മമ്മി എന്തോ മമ്മി മമ്മി എനിക്ക് ജർമ്മനിയിൽ പഠിച്ചാൽ മതി മമ്മി. എന്റെ ഫ്രണ്ട്സ് എല്ലാം പോവാ മമ്മി. പിന്നെ നോക്ക് എന്താന്നേ? ദേവ, വൈക, അനു എല്ലാരും പോവാ മമ്മി. ഞാൻ എന്ത് ചെയ്യണേ? ചെലക്കാതെ ഇതെങ്ങനെ നടക്കാനായിട്ടാ? ഇതിനൊക്കെ എത്ര ക്യാഷ് വേണമെന്നറിയോ? മമ്മി സമ്മതിയിൽ ലോൺ കിട്ടും മമ്മി. അതെനിക്കറിയാം. എനിക്കറിയാം മമ്മി, അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്. പ്ലീസ് സമ്മതിക്കും മമ്മി, പ്ലീസ് പ്ലീസ് ഞാനിത് ചെയ്യുന്നത് ഞാൻ ചെയ്തോണ്ടിരിക്കണേ. പ്ലീസ് നോ, എത്ര ഇല്ലാതെ പറ്റില്ലേ? മമ്മി മമ്മി നോക്ക് മമ്മി, സമ്മതിയിൽ 9 മാസം ജർമ്മനിലാണ് കോഴ്സ് കഴിഞ്ഞ് B2 പാസ്സായ മാത്രം മതി മമ്മി. നോക്ക് നീ ക്യാമ്പസ് ഒക്കെ നോക്ക് മമ്മി, എന്തൊക്കെയുള്ള സെറ്റപ്പാ അവിടെ പഠിച്ചതിന്റെ ലൈഫ് സെറ്റ് മമ്മി. മമ്മി പ്ലീസ് പ്ലീസ് നോ 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 മമ്മി. പിന്നെ നിന്നെയല്ലേ ഈ വീട് വിട്ടുള്ള ഒരു കളിയില്ല. മമ്മി കുലകുലോ മറ്റേ പറഞ്ഞൊരു സമ്പ്രദായം ഈ റെസിഡൻഷ്യൽ സ്കൂൾ പോലെ അതല്ലേ മമ്മി പറയാ? ഗുരുകുലം എന്റെ മാതാവേ, ഇവിടെയൊക്കെ പഠിപ്പിക്കാൻ വിട്ട സമയത്ത് വല്ല വാഴ വെച്ചായിരുന്നല്ലോ. അത് തന്നെ ഗുരുകുലം മമ്മി. അവിടെ അങ്ങനെയാ മമ്മി സമ്മതിയില്. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് നമ്മുടെ കൂടെ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. അത് ഫുള്ളി റെസിഡൻഷ്യൽ ക്യാമ്പസ് മമ്മി. അതുകൊണ്ട് തന്നെ ഒരു ഉണ്ടായിരുന്നു അവിടെ നടക്കൂല മമ്മി. മമ്മി ഒരു കാര്യത്തിലും മമ്മിക്ക് ടെൻഷൻ വേണ്ട. B2 പാസ്സായി നമ്മൾ അവിടെ ചെല്ലാൻ തന്നെയും അത് നമ്മൾ അസിസ്റ്റ് ചെയ്യും മമ്മി. ജർമ്മനി ചെന്ന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ തന്നെയും സമ്മതം നോക്കിക്കോളും മമ്മി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവിടെ ലോൺ ഒക്കെ കിട്ടും മമ്മി. മമ്മി സമ്മതിക്കും മമ്മി, പ്ലീസ് പ്ലീസ് മമ്മി നീ പ്ലീസ്. ഒന്ന് സമാധാനിക്കുക, ഞാൻ പപ്പയോട് പറയാം. താങ്ക് യു മമ്മി. എന്റെ സുമണി. ഹലോ എല്ലായി ഓൾ സെറ്റ്. അപ്പോൾ ഇനി സംഹതയിൽ സന്ധിപ്പോ. വിശ്വസിച്ച് പഠിക്കാം, പറക്കാം സംഹതിയിലൂടെ. സംഹതി അക്കാഡമി, മാരാരിക്കുളം, ആലപ്പുഴ.